എൻ്റെ പേര് അനിൽകുമാർ. എൻ്റെ കട നിൽക്കുന്നത് ഇവിടെ അത്താണി കയറ്റം ജനറൽ മെറ്റൽ ഇൻഡസ്ട്രിയൽ. ഞാനൊരു സ്കൂൾ കാലം കഴിഞ്ഞതിന് ശേഷം പിന്നെ വേറെ പണിക്കൊന്നും പോയില്ല. നേരെ ഇൻഡസ്ട്രിയൽ മേഖലയ്ക്ക് ഇറങ്ങിയതാണ്. അത് തൊട്ട് പിന്നെ ഒരു 10-18 വർഷത്തോളം ഞാൻ പണി പഠിക്കലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ പുതിയതായിട്ട് തുടങ്ങാനുള്ളൊരു ഇത് വന്നത്. അങ്ങനെയാണ് ഞാൻ പുതിയതായിട്ട് ഇൻഡസ്ട്രിയിൽ തുടങ്ങി. ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞു. ഇവിടെ കയറ്റത്തേക്ക് എത്തിയിട്ട് ഒരു 5 വർഷമായി. അതിന്റെ മുന്നേ ഇവിടെ അത്താണിക്കല് ഒരു 5 വർഷം, പിന്നെ അതിന്റെ മുന്നേ പിന്നെ 2 വർഷം ഗൾഫിൽ പോയി. അതിന്റെ ശേഷം പിന്നെ ഗൾഫ് ജീവിതമൊക്കെ നിർത്തിയാണ്ട് പിന്നെ ഇവിടെ വീണ്ടും ഈ പണിയായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല, നല്ല ആൾക്കാര് പിന്നെ പണി കിട്ടുന്നുണ്ട്. നല്ല നമ്മളെ പണി അത്രയും ഉഷാറാകൊണ്ട് നമുക്ക് പണി കിട്ടുന്നുണ്ട്. നമ്മൾ മെയിനായിട്ട് ഗേറ്റ്, ഗ്രിൽസ്, പിന്നെ അതേപോലെ നമ്മൾ ഷീറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മൾ ഓടിന്റെ വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഞാൻ മറ്റുള്ള വർക്കുകൾ സ്റ്റീലിന്റെ ഹാൻഡ് റെയിലിന്റെ വർക്കുകളുണ്ട്, പിന്നെ കൊളാപ്സ് ഡോറിന്റെ വർക്ക് ഉണ്ട്. അങ്ങനെ ബാക്കിയുള്ള ഇൻഡസ്ട്രിയൽ വർക്കുകൾ മൊത്തം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഈ സീസണിൽ ഇപ്പൊ ഓട് വർക്ക് തുടങ്ങുന്ന സമയമായി. ഇപ്പൊ ഞങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷീറ്റിന്റെ വർക്കാണ്. വീടിന്റെ മേലെ ഷീറ്റ് വർക്കാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീടിന്റെ മേലെ ചില ആളുകള് പാർട്ടിഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ റൂമാക്കിയിട്ട് എടുക്കുന്ന ആളുകൾ കൂടുതലും ചെയ്യുന്നത് ഓട് വർക്കാണ്. മറ്റുള്ളത് ഷീറ്റ് കൊണ്ട് ചെയ്യുന്ന ആൾക്കാർ അതിന്റെ അടിയിൽ സീലിംഗ് ചെയ്തുകൊണ്ട് പിന്നെ ചെയ്യുന്ന വർക്കുകളാണ് ഉള്ളത്. പക്ഷെ നമ്മൾ ചെയ്തതൊക്കെ ഓപ്പൺ ടെറസിന് നമ്മൾ ഷീറ്റ് ഇടുക എന്നുള്ളത്. പക്ഷെ അതിന്റെ അടിയിൽ റൂമായിട്ട് അവർ ഉപയോഗിക്കുന്നില്ല. റൂമായിട്ട് ഉപയോഗിക്കുന്നത് ഫുള്ള് ഓട് വർക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. കാരണം ഷീറ്റ് വർക്ക് ചെയ്താണ്ട് നമ്മൾ റൂമിൽ ഇരിക്കാനുള്ളൊരു സുഖം നമുക്ക് ചിലപ്പോൾ കിട്ടില്ല. കാരണം ചൂട് അധികമാകൊണ്ട് ഞാൻ തന്നെ പറയലാണ്. കാരണം ഷീറ്റ് വർക്കിനേക്കാളും നല്ലത് നിങ്ങൾക്ക് റൂമാക്കിയിട്ട് ചെയ്യുമ്പോൾ അത് ഓട് വർക്ക് ആയിട്ട് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. എന്നാൽ പിന്നെ നിങ്ങൾക്ക് അത് സാധാ നമ്മളൊരു വീടിന്റെ ഉപയോഗം തന്നെ അതിന് നടക്കും. മറ്റേതാകുമ്പോൾ ഈ ചൂട് കൂടുതലായിരിക്കും. മഴ പെയ്യുമ്പോൾ മഴവെള്ളം ചാടുന്ന സൗണ്ടിന്റെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ അതൊക്കെ നമുക്ക് ഈ ഓട് വർക്കാണെങ്കിൽ അത്ര പിന്നെ സൗണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതേപോലെ ചൂടിന് കുറെ കുറവുണ്ടാവും. കാരണം ഇപ്പോ സിമെന്റ് ഷീറ്റ് ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ആരും അധികം ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഒക്കെ ട്രഫോർഡ് ഷീറ്റുമൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ നമ്മള് റെയില് കൊടുത്തിട്ട് നീക്കണ ഗേറ്റുകളുണ്ട്. അതേപോലെ ഇഞ്ചസിൽ തുറക്കണ ഗേറ്റുകൾ, മോട്ടർ വെച്ചാണ്ട് നമ്മൾ ഗേറ്റ് തുറക്കണ മോഡലുകൾ, അങ്ങനത്തെ മോഡലുകളൊക്കെയാണ് ഇപ്പൊ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ അധികവും ഉപയോഗിക്കുന്നത് സ്റ്റീൽ കൊണ്ടുള്ള പിന്നെ മോഡലുകളാണ്. കാരണം അത് ജനങ്ങൾക്ക് ഏറ്റവും നല്ലത്. അവർക്ക് ആ സ്റ്റീലിന്റെ മോഡലുകൾ ചെയ്യായിരിക്കും നല്ലത്. കാരണം സാധാ നമ്മൾ മെറ്റീരിയൽ, ഇരുമ്പിന്റെ മെറ്റീരിയൽ ഉപയോഗിച്ചാണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പൊ ചെയ്യുമ്പോൾ കുറച്ച് പൈസ കുറയും. പക്ഷെ അത് പിന്നീട് നമുക്ക് ഈ സ്റ്റീലിന്റെ പൈപ്പിന്റെ പൈസതിൻ്റെക്കാളും മേലെ എമൗണ്ട് നമുക്ക് അതിലേക്ക് ചെലവ് വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ ഈ ചെയ്യുന്ന വർക്കുകളൊക്കെ ഞാൻ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് ഞാൻ ചെയ്യല്. അതുകൊണ്ട് കൂടുതലും ഞാൻ സ്റ്റീലാണ് അവരോട് പിന്നെ ചെയ്യാൻ പറയല്. എൻ്റെ ഒപ്പം വർക്ക് ചെയ്യണത് ഇപ്പോൾ 4 ആളുണ്ട്. അവരൊക്കെ നല്ല സപ്പോർട്ടിങ് ആണ്. അവർ പിന്നെ ഒരു പണി നമ്മൾ ഒപ്പം നിന്ന് നമ്മൾ ചെയ്യുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ അവർ പണി ചെയ്തുകൊണ്ട് അവിടുന്ന് നല്ല ഫിനിഷിംഗ് ആയിട്ട് കഴിച്ചുകൊണ്ടാണ് ഞങ്ങൾ അവിടുന്ന് പോരല്. ഗവൺമെന്റിന്റെ സപ്പോർട്ട്, ഞാൻ ഇൻഡസ്ട്രിയിൽ തുടങ്ങാൻ വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ ഒരു ലോണാണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് PMEGPന്റെ സ്വയം തൊഴിലിനുള്ള ആ ലോൺ എടുത്തുകൊണ്ടാണ് ഞാൻ ഈ ബിൽഡിങ്ങും ഇതിൻ്റെ ഉള്ളിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയാണ്ട് ചെയ്യുന്നത്. കാരണം അത് ഏറ്റവും നല്ലൊരു സ്കീമാണ്. നമുക്ക് സാധാരണക്കാരന് പിന്നെ നമുക്ക് ഏറ്റവും നല്ലൊരു സ്കീമാണ് അത്, പ്രധാനമന്ത്രിയുടെ സ്വയം തൊഴിലിനുള്ള ആ ലോൺ എടുക്കുന്നത്. കാരണം നമുക്ക് 30-35% സബ്സിഡി നമുക്ക് അതിന് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനത് എടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. ആ ലോൺ എടുത്തു എന്ന് പറഞ്ഞാൽ ചില ആളുകളുണ്ട് അത് കിട്ടൂല എന്നൊക്കെ പറഞ്ഞാണ് നിൽക്കണം. പക്ഷെ അത് വെറുതെയാണ്. അതൊക്കെ കിട്ടുന്നത് ലോൺ തന്നെയാണ്.
ബിസിനസ് അല്ലാതെ നമുക്ക് വേറുള്ളൊരു പ്രവർത്തനം എന്ന് പറയാനൊന്നുമില്ല. നമുക്ക് ഈ ഇതിനുള്ള സമയം പിന്നെ നമുക്കില്ല. കാരണം നമ്മൾ രാവിലെ ഒരു 7 മണിയാകുമ്പോൾ ഇറങ്ങിയാൽ പിന്നെ രാത്രി ഒരു 7-8 മണി വരെ നമ്മൾ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് എത്തുള്ളൂ. പിന്നെ അതിന്റെ ഇടയിൽ നമുക്ക് വേറൊരു ചുറ്റുപാടിലേക്ക് തിരിയാനുള്ള ഒരു സാഹചര്യം ഇല്ല. ഞാനിപ്പോഴത്തെ കമ്മിറ്റിയിൽ ഒരു എക്സിക്യൂട്ടീവ് അംഗമാണ്. ഞങ്ങൾ പൂക്കോട്ടുംപാടം മേഖലേന്റെ ഒരു എക്സിക്യൂട്ടീവ് അംഗമാണ് ഞാൻ. പൂക്കോട്ടുംപാടം മേഖല നല്ല ഒരു മേഖല തന്നെയാണ്. ബ്ലോക്കായിട്ട് തിരിച്ചിട്ട് പൂക്കോട്ടുംപാടം ബ്ലോക്ക് നല്ല രീതിയിൽ എല്ലാ സപ്പോർട്ടിങ്ങും നമ്മൾ ഇൻഡസ്ട്രിയൽ മേഖലയ്ക്ക് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഫാമിലിയിൽ എനിക്ക് 3 കുട്ടികളാണുള്ളത്. 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും. പിന്നെ ഭാര്യ ഉണ്ട്, പിന്നെ എൻ്റെ അമ്മ ഉണ്ട്. എൻ്റെ വീട്ടിലുള്ള ആൾക്കാർ ഇത്രേ ഉള്ളൂ. പിന്നെ ജ്യേഷ്ഠന്മാരുണ്ട്, ഒരു അനിയനുണ്ട്, ഒരു ചേച്ചിയുണ്ട്. ഞാനത് ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് പിന്നെ പദ്ധതികളുണ്ട്. കാരണം നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് പിന്നെ വാർത്തിട്ട് ബിൽഡിംഗ് ആക്കിക്കൊണ്ട് നമുക്ക് ഇതിൻ്റെ മേലെ കൂടി നമുക്ക് ഇതേപോലെ തന്നെ ഒരു യൂസ് ചെയ്യാനുള്ളൊരു പരിപാടി ഞാൻ നോക്കുന്നുണ്ട്. അതായത് എന്നാലും നമുക്ക് മറ്റുള്ള പുതിയൊരു വർക്കിലേക്ക് നമുക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്ഥലം പരിമിതികൾ കുറച്ച് ഇവിടെ കുറവാണ്. അതുകൊണ്ട് നമുക്കതിന് മേലേക്ക് നമുക്ക് മാറ്റിയിട്ട് കുറച്ചും കൂടി വിപുലീകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഒന്നും കൂടി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ പരിപാടി ഉള്ളത്. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെ നമ്മളെ ഈ ലോക്കൽ വർക്കുകാർ കൊണ്ടാണ് നമുക്കൊരു വെല്ലുവിളി. പക്ഷെ നമ്മളത് വെല്ലുവിളിയായിട്ട് എടുക്കലില്ല. കാരണം നമുക്ക് കിട്ടേണ്ട പോലെ നമുക്ക് തന്നെ കിട്ടലുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ വെല്ലുവിളിയൊന്നും എടുക്കലില്ല. കാരണം നമ്മൾ അറിയുന്ന ആളുകൾ നമുക്ക് തന്നെയാണ് പണി തരുന്നത്. ഇത് വണ്ടൂർ അമരമ്പലം പൂക്കോട്ടുംപാടം വഴിയുള്ള അതിൽ അത്താണി കയറ്റത്താണ് നമ്മളെ കട നിൽക്കുന്നത്.